ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പം കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് എൻ്റെ ഫേസിന് എന്തൊക്കെയാണ് നല്ലത് ചീത്തത് ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. അതിന് മുമ്പ് എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് പറയാം. എൻ്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ടൈപ്പാണ് വരുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് ആദ്യം എക്സ്ട്രീം ഡ്രൈ ആയിരുന്നു. ഇപ്പോൾ ആ ഡ്രൈനെസ് കുറച്ചൊന്ന് കുറയുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമുള്ള സ്കിന്നായിരിക്കില്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും. അതുപോലെ ചേഞ്ചസ് വന്നതാണ്. ഇപ്പോൾ ഒരു നോർമൽ സ്കിന്നാണ്, അത്ര എക്സ്ട്രീം ഡ്രൈ അല്ല. ആദ്യ ടൈമിലൊക്കെ എനിക്ക് വളരെ ഡ്രൈ ആയിരുന്നു എൻ്റെ ഫേസ് എന്ന് പറയുന്നത്. എന്താ ജസ്റ്റ് ഒരു ടാൽക്കം പൗഡർ പോലും ഇടാൻ പറ്റാത്തൊരു ഫേസ് ആയിരുന്നു. അതിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരിക, അങ്ങനത്തെ ഒരു വളരെ ഡ്രൈ ആയിരുന്നു. കൈയിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ഡ്രൈ ആണ്. ഇപ്പോൾ ഒരു നോർമലായിട്ടുണ്ട്. എന്നാലും കുറേ നേരം നമ്മളൊന്നും ചെയ്യാണ്ട് നിൽക്കുകയാണെങ്കിൽ ഫേസിൽ ജസ്റ്റ് ഈ നോസിൻ്റെ സൈഡിൽ എല്ലാവർക്കും വരുന്ന പോലെ അവിടെ മാത്രം ഒന്ന് ചെറുതായിട്ട്, അതും ഓവറായിട്ടൊന്നും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കുറച്ച് ചെറുതായിട്ട് മാത്രം ഒരു ഓയിൽ വരും, അതേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഒരു നോർമൽ സ്കിന്നാണ്. സോ നോർമൽ ടു ഡ്രൈ സ്കിൻ ടൈപ്പാർക്ക് ഞാൻ പറയുന്ന പ്രോഡക്റ്റ്സൊക്കെ അപ്പോൾ യൂസ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ പ്രഗ്നൻസി ടൈം ആയപ്പോഴാണ് എൻ്റെ ഫേസിൽ ഇത്രയും കുരു വന്നപ്പോഴും ഇതൊക്കെ കുറച്ചും കൂടി എക്സ്ട്രാ വരാൻ തുടങ്ങിയത്. അതുപോലെ എൻ്റെ നെക്കൊക്കെ ഒന്ന് കറുപ്പാവാൻ, നെക്കിന് ചുറ്റും ഒരു കറുപ്പ് വരാനൊക്കെ തുടങ്ങിയത് എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ടൈമിലാണ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാറ് ഫേസ് വാഷ് ചെയ്യുക. കുളി കഴിഞ്ഞ് ഹെയറും വാഷ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാനാണ് ഞാൻ പറയുക. ബിക്കോസ് ഹെയറിൽ ഓയിൽ ഒക്കെ ഇടും, ചിലപ്പോൾ ഷാമ്പൂ ഇടും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യമേ മുടി കഴുകുന്നതിന് മുമ്പ് തന്നെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുടി വീണ്ടും കഴുകുമ്പോൾ അത് വീണ്ടും നമ്മളെ മുഖത്ത് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒന്നാമത് ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മുഖം പിന്നെ ആ ഒരു തലയിലിട്ട ഓയിൽ മുഖത്തേക്ക് ഇറങ്ങി വരുന്നൊരു ഇത് തോന്നലുണ്ട്. അതുകൊണ്ട് തല കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് കഴുകാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റാണ്. പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷ് എന്ന് പറഞ്ഞതാണ്. അതെങ്ങനെയാണ് വരുന്നത്, ഒരു ജെൽ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതാ വാഷ് ചെയ്തിട്ടുള്ള ഫേസാണ് ഇപ്പോൾ ഇത്. ഈ ഒരു ഫേസ് വാഷ് കോമ്പിനേഷൻ സ്കിന്നാർക്കും ഓയിലി സ്കിന്നാർക്കും ആക്നെ പ്രോൺ സ്കിന്നാർക്കൊക്കെ സൂട്ടാവുന്ന ഒന്നാണ്. ഇത് എൻ്റെ ഫേസിനും സൂട്ടാവുന്നുണ്ട്. പറയുമ്പോൾ എൻ്റെ ഇതൊരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്, പക്ഷേ എനിക്ക് യൂസ് ചെയ്തപ്പോഴും ഇതൊരു ഓക്കെ ആയിട്ടുള്ളൊരു ഇതാണ് തോന്നിയത്. അതുപോലെ തന്നെ പ്ലമ്മിൻ്റെ ഒരുമാതിരിപ്പെട്ട പ്രോഡക്റ്റ്സൊക്കെ ഞാൻ യൂസ് ചെയ്തതൊക്കെ എൻ്റെ ഫേസിന് വളരെ നല്ലതായിട്ടാണ് തോന്നാറ്. അതുപോലെ എൻ്റെ ഒരു ആക്നെ പ്രോൺ സ്കിന്നൂടെയാണ്, അതുകൊണ്ട് എനിക്കിത് നല്ല യൂസ് ആവുന്നുണ്ട്. എൻ്റെ ഈ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ മൊത്തം ആക്നേസും ഒക്കെ വന്ന് കിടക്കുന്ന സ്കിന്നായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതെനിക്കൊരു സൂട്ടായി പോകുന്നുണ്ട്. ഒക്കെ എൻ്റെ ആക്നേസൊക്കെ ഒന്ന് റിമൂവ് ആവാനും അതുകൊണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ഒക്കെ ഒരു ആവശ്യം വരാറുണ്ട് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എനിക്ക് ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഗ്രീൻ ടീ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫേസ് വാഷിൽ തന്നെ നന്നായിട്ട് റിമൂവ് ആകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സോ എനിക്കിതൊരു അടിപൊളി പ്രൊഡക്റ്റായിട്ടാണ് തോന്നുന്നത്. ഫേസ് വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഡെർമാക്കോൻ്റെ 10% നയസിനമൈഡ് ഫേസ് സിറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ ഫേസിലുള്ള ഈ കുരുവന്ന പാടുകളൊക്കെ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെറംസ് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിലുള്ള പ്രോബ്ലംസിനനുസരിച്ച് സെറം യൂസ് ചെയ്യുക. അല്ലാതെ വെറുതെ എല്ലാവരും സെറം യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സെറം യൂസ് ചെയ്യാം, അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് നല്ല പണി കിട്ടും. സെറം യൂസ് ചെയ്യുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫേസിൻ്റെ പ്രോബ്ലംസ് എന്താണോ ഉള്ളത് ആ പ്രോബ്ലംസിനനുസരിച്ചുള്ള സെറം ചൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഞാനതിപ്പോൾ യൂസ് ചെയ്യുന്നത് രാവിലെയും രാത്രിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2 നേരമാണ് യൂസ് ചെയ്യേണ്ടത്. എപ്പോഴുള്ള സ്കിൻ കെയർ റുട്ടീനിൽ സെറം ഉണ്ടാവില്ല. കാരണം ഇപ്പം എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ കുരു വന്നതിൻ്റെ മാർക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ സെറം യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എപ്പോഴും സെറം യൂസ് ചെയ്യുന്ന ഒരാളല്ല. എന്തെങ്കിലും ഫേസിന് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുന്നൊരിതാണ്. സോ അപ്പോൾ നിങ്ങളും അങ്ങനെ യൂസ് ചെയ്യുക. എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. ബിഗിനേഴ്സൊക്കെയാണ് സെറം ചൂസ് ചെയ്യുന്നതെങ്കിൽ
ഇതിൻ്റെ തന്നെ 5% നയസിനമൈഡ് സെറം കിട്ടും ഡെർമാക്കോൻ്റെ തന്നെ. അത് വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ 10%ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസിന് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ വാങ്ങിയത് 5%. അതെനിക്ക് ഓക്കെ ആയിട്ടും അതെനിക്ക് എൻ്റെ മാർക്സൊക്കെ ഒന്ന് കുറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് പിന്നീട് ഞാൻ വാങ്ങുമ്പോഴാണ് പിന്നെ ഞാൻ 10% വാങ്ങിയത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് യൂസ് ചെയ്യാറ് ജസ്റ്റ് ചെറുതായി ഇങ്ങനൊരു 3 ഡ്രോപ്പ് മാത്രമേ ഇടാറുള്ളൂ. കാരണം ഓവർ സെറം ഞാൻ യൂസ് ചെയ്യില്ല. എനിക്ക് അത്രയ്ക്ക് പ്രോബ്ലം ഇല്ല, പക്ഷെ എന്നാലും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് യൂസ് ചെയ്യാൻ നോക്കുക. ബാക്കി വരുന്നൊക്കെ നെക്കിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. അതുപോലെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെറം യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം അതിന് കൊടുക്കണം. കാരണം അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നിൽക്കരുത്. സോ അതുകൊണ്ട് അതൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ സെറം സെറ്റായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഞാനിപ്പം കറൻ്റ്ലി കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ് ഈ പോൺസിൻ്റെത്. പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീൽ മോയ്സ്ചറൈസറാണ്. ഇതെനിക്കൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇത് എൻ്റെ രണ്ടാമത്തെ ബോക്സാണ്. ഇതിപ്പോൾ എത്ര ml? 200 ml. ഇതിൻ്റെ ഫസ്റ്റ് നിന്ന് ഞാൻ വാങ്ങിയത് ഒരു 100 ml ആയിരുന്നു. അതിനും കൂടി കുറച്ചും കൂടി കുഞ്ഞത് അതേന്ന് വാങ്ങിയത്. അത് വാങ്ങി യൂസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ എൻ്റെ ഫേസ് നല്ലൊരു എന്താ പറയുക, ഇതിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈഡ്ര ഗ്ലോ പോലെ നമ്മൾ ഒരു ഫ്രഷ് ഫീല് കൊടുക്കുന്നുണ്ടായിരുന്നത് യൂസ് ചെയ്തിട്ട്. വേറെ എല്ലാ ക്രീമിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് 1 ഡേ മൊത്തം മോയ്സ്ചറൈസായിട്ട് നിൽക്കുന്നുണ്ടോ ഫേസ് എന്ന് ചോദിച്ചാൽ ഇല്ല. വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരാറുണ്ട് എനിക്ക്. ഇതിൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് തീരാനായി കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇനി. ഇതിൻ്റെ രണ്ടാമത്തെ ബോക്സാണ്. ഇതേ കഴിഞ്ഞ് ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് ഈ സാധനം. ഞാൻ വീണ്ടും വാങ്ങാൻ കാരണം തന്നെ ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസർ. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതും അതുപോലെ തന്നെ ഞാൻ കടിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാറാണ്. ഇതും അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടും ഒട്ടിപ്പിടിക്കലോ ഒരു എണ്ണമായോ ഒന്നുമില്ല. ഓയിലിനെസ് ഉള്ള സ്കിന്നുള്ളവർക്കൊക്കെ, ഒരു ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ വളരെ യൂസ് ആക്കാൻ കഴിയും തോന്നുന്നു. പക്ഷെ എൻ്റെ ഫേസിലിട്ടിട്ട് എനിക്ക് ഒരു ഒട്ടിപ്പിടിക്കലോ അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി, ഒന്നുമില്ല. നല്ല അത്രയും ഒരു ഇതിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള ക്രീംസൊക്കെ ഇട്ടാൽ നമുക്കൊരു വഴുവഴുപ്പ് നമ്മളെ കയ്യിൽ തന്നെ വല്ലാണ്ടൊരു അങ്ങനെ ഒരു ഓയിലി പോലെ നിൽക്കില്ലേ. ഇതങ്ങനെ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ അബ്സോർബായി നമ്മളെ ഫേസിലേക്ക് പോയി. എന്നാലും ഒക്കെ പറയുമ്പോൾ ഒരു നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ മൊത്തം നമ്മളെ ഫേസ് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തുന്നില്ല. നമുക്ക് വീണ്ടും റീഅപ്ലൈ ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഇതിൻ്റെ ഒരു ഇത് പോയി എന്നാണ് എനിക്ക് തോന്നാറ്. ഒരു ഉച്ചയാകുമ്പോൾ തന്നെ അത് പോയിട്ടുണ്ട്, പിന്നെയും അപ്ലൈ ചെയ്യേണ്ടി വരാറാണ്. സോ ആ ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. എനിവേ അടിപൊളി പ്രൊഡക്റ്റാണ് ഇതെന്തായാലും. ഇത് ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. യൂസ് ചെയ്ത എല്ലാ റിവ്യൂസിലും അത്യാവശ്യം നല്ല റിവ്യൂസ് തന്നെയാണ് എല്ലാവരും പറഞ്ഞതും. എനിക്ക് ഇതിനെപ്പറ്റി നല്ലത് തന്നെ പറയാനുള്ളൂ. ആകെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഡേ ഒന്നും ഇത് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അടുത്തത് സൺസ്ക്രീനാണ് വരുന്നത്. ഞാനിപ്പോൾ നിവ്യേൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ നിവ്യേൻ്റെ സൺസ്ക്രീൻസ് തന്നെയാണ് യൂസ് ചെയ്യാറ്. കാരണം ഇത് പുറത്തേക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല, പുറത്ത് പോകുമ്പോൾ ഇത് ഇടാറില്ല. കാരണം പ്രൊട്ടക്ഷൻ കിട്ടായി ഒന്നുമല്ല, പക്ഷേ എൻ്റേതിപ്പോൾ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കിതൊരു ഓക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് ഓയിലി സ്കിന്നുള്ളവർക്കൊന്നും ഒട്ടും പറ്റൂല. കാരണം വളരെ ഓയിലി ആക്കും നമ്മളെ ഫേസ്, ഒന്നുകൂടി ഓയിലി ആക്കും. അപ്പോൾ ഓയിലുള്ളവർക്ക്
വളരെ എക്സ്ട്രീം ഓയിലായിരിക്കും. ഇത് ഞാൻ പുറത്ത് പോകുമ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല, വീട്ടിലുള്ള സമയത്ത് മാത്രമാണ് യൂസ് ചെയ്യാറ്. കാരണം ഇത് ഫേസ് വല്ലാണ്ട് ഓയിലി ആക്കുന്നൊരു സൺസ്ക്രീനാണ്. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കൊന്നും ഇതൊട്ടും പറ്റില്ല. ഡ്രൈ സ്കിന്നുള്ളവർക്ക്, അതുപോലെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് തന്നെ എൻ്റേതൊരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണെങ്കിൽ കൂടി എനിക്കിത് ഇടുമ്പോൾ തന്നെ ഇത് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഈ ഒരു ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് ഓയിലി ആക്കാറുണ്ട് ഫേസ്. എന്താ വൈറ്റ് കാസ്റ്റോ അങ്ങനെയൊന്നും വരുന്നില്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ഫേസ് എനിക്ക് എൻ്റെ ഫേസിലിടുമ്പോൾ ഒരു ഓയിലി ആക്കാറുണ്ട്. അതുപോലെ ഇതൊരു ഓക്കെ ആണ് പ്രൊഡക്റ്റ്. എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് ഒരു ഓയിലി സ്കിന്നുള്ളവർക്കൊന്നും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ ഞാൻ പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഫേസ് ഒന്നും കൂടി ഇത് ഡാർക്കായി. കാരണം എൻ്റെ സ്കിൻ കളർ ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കുന്ന പോലെ എനിക്ക് ഈ ഒരു സൺസ്ക്രീന് തോന്നാറുണ്ട്. സോ ഫേസ് ആദ്യത്തെ കളറിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കുന്ന പോലെ ഒരു ഇത് തോന്നും. അതുകൊണ്ട് എനിക്കിത് വലിയ ഇതില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇട്ട് തീർക്കുകയാണ്. ഇപ്പോൾ കുറേ ആയി ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കയ്യിലും കാലിലൊക്കെ ഇടാനാണ് ചെയ്യാറത് അധികം. അതുകൊണ്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടാറില്ല. ഇത് SPF 60 ആണ് വരുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് UV പ്രൊട്ടക്ഷൻ, വിറ്റാമിൻ E, വാട്ടർ റെസിസ്റ്റൻറ്റ്, നോൺ ഗ്രീസി സൺസ്ക്രീനാണ്. ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു സൺ ലോഷനാണിത്. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ഗ്ലോ തരുന്നുണ്ട്. പക്ഷെ എൻ്റെ കളർ ഒന്ന് ഡള്ളാക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിൻ്റെ കളറൊന്ന് കുറയ്ക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇപ്പോൾ ലൈറ്റൊക്കെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഒരു ഗ്ലോവും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ക്യാമറയിൽ കണ്ടോ അറിയില്ല. നമ്മളെ ഫേസിലേക്ക് ലൈറ്റ്സൊക്കെ വന്ന് തട്ടുന്ന ആ ഓരോ പൊസിഷനിലായിട്ടൊരു ഗ്ലോയും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് എൻ്റെ ഫേസിൻ്റെ കളർ ഒന്നുകൂടി ഒന്ന് കുറയ്ക്കുന്ന പോലെ തോന്നാറുണ്ട്. അതുപോലെ വീട്ടിലുള്ള ടൈമിൽ നമുക്ക് SPF 60 ഒന്നും ആവശ്യം വരുന്നില്ല. SPF 30 തന്നെ മതിയാവും. നമ്മളധികം പുറത്തേക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നൊക്കെ ആണെങ്കിൽ SPF 30 മതിയാവും. പക്ഷേ ഇത് 60 ആണുള്ളത്. കാരണം ഇത് എനിക്ക് പുറത്ത് യൂസ് ചെയ്യാൻ അത്ര കംഫർട്ടല്ല. എൻ്റെ സ്കിന്നൊക്കെ ഒന്നും കൂടി ഡള്ളാക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ഇനി ഇതിൻ്റെ മേലെ വേറെ ഓരോ പ്രൊഡക്ട്സൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊന്നൊരു സുഖം തോന്നാറില്ല. പക്ഷെ സ്റ്റിക്കിനെസ് ഒന്നുമില്ല, അതൊക്കെ ഓക്കെയാണ്. ഒട്ടും സ്റ്റിക്കിനെസ് ഒന്നും ഇല്ലാത്തൊരിത് പ്രൊഡക്റ്റാണ്. വേർക്കും പെട്ടെന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഇടുമ്പോൾ വേർക്കും ആണ് ഞാൻ പറയാനുള്ള അടുത്ത പോയിന്റ്. അങ്ങനെ നന്നായിട്ട് വേർക്കും, ഭയങ്കരമായിട്ട് വേർപ്പ് വരുന്ന പോലെ തോന്നാറുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇടുമ്പോൾ, ഒരു ചൂട് ഫീലിംഗ്. സോ അതുകൊണ്ട് ഞാനിത് അധികം പുറത്ത് പോകുമ്പോൾ ഇടാറില്ല. വീട്ടിലുള്ള സമയത്ത് ഇത് വാങ്ങിയല്ലോ, അതുകൊണ്ട് യൂസ് ചെയ്ത് തീർക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള സമയത്ത് മാത്രമാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ കയ്യിനും കാലിനൊക്കെ ഇടും. ഒരു സൺ ലോഷൻ ടൈപ്പാണ് കേട്ടോ ഇത്. സൺ ലോഷൻ തന്നെയാണിത്. നിവേൻ്റെ ഒരു സൺ ലോഷനാണ്. അതുകൊണ്ട് കയ്യിനും കാലിനൊക്കെ യൂസ് ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ ഫേസിന് യൂസ് ചെയ്യാൻ അത്ര എനിക്ക് തോന്നില്ല. എൻ്റെ ഫേസ് ഒന്നും കൂടി ഒന്ന് ഡാർക്കണാക്കുന്ന പോലെ തോന്നുന്നത് കൊണ്ട് ഞാൻ അധികം ഫേസിൽ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ലിപ് ബാം ഞാൻ എംകഫീൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റാണ്. ഇതും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ഓക്കെ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഇതിലൊരു തരി പോലെയാണ് ഇത് വരുന്നത്. അതൊരു ലിപ് ബാം പോലെ അങ്ങനെ ക്രീമി അല്ല, ഒരു തരി പോലത്തെ ഒരു ഇതാണ് വരുന്നത്. എന്നിട്ട് ലിപ് സ്ക്രബ്ബറിൻ്റെ അത്ര തരിയില്ല. ഒരു കോഫി ടേസ്റ്റ്, നമ്മൾ കോഫി ഒരു മുട്ടായി ഉണ്ടല്ലോ, ആ ഒരു മുട്ടായിൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെയാണ്. ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇടുമ്പോൾ തന്നെ ആ ഒരു ഫീലാണ്. ഇതൊരു ഓക്കെ ആണ്. ടിൻറ്റഡ് ലിപ് ബാം അല്ല, അതുപോലെ SPF ഇല്ല. പക്ഷെ എനിക്കിത് തോന്നുന്നത്
ഇതിന് അത്യാവശ്യം ഇതിന് റേറ്റ് ഞാൻ കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇത്ര ഇതിലുള്ളതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, സൈഡൊക്കെ കണ്ടോ മാഞ്ഞു പോയിട്ടുണ്ട് റേറ്റൊക്കെ. അതുകൊണ്ട് ഞാൻ റേറ്റ് ഇവിടെ കൊടുക്കുക. എൻ്റെ ഒരു ഓർമ്മയിൽ ഇതൊരു റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റേറ്റിനെക്കാട്ടിലും നമുക്ക് SPF കൂടിയുള്ള സൺസ്ക്രീൻസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കാട്ടും നല്ലത് SPF ഉള്ളൊന്ന് വാങ്ങുന്നതായിരിക്കും. സോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൽ SPF ഇല്ല, അതുപോലെ ടിൻറ്റഡ് അല്ല. പിന്നെ വീട്ടിലായതുകൊണ്ട് ഞാൻ ടിൻറ്റഡ് യൂസ് ചെയ്യാറില്ല. ഇത് ഓക്കെ ആണ്. അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ലപോലെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ ലിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവും, നല്ലപോലെ ഡ്രൈ ആവും, സ്കിന്ന് വല്ലാണ്ട് ഇളകി വരും, അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട് ഇപ്പം. അതുകൊണ്ട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഫേസിൽ ഇത്രയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഞാനൊരു ബോഡി ലോഷനും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ലോഷനാണിത്. നിവ്യേൻ്റെ ബോഡി ലോഷനാണ്. അലോ ആൻഡ് ഹൈഡ്രേഷൻ 48 hours ഫാസ്റ്റ് റിഫ്രഷിംഗ് മോയ്സ്ചർ 5-in-1 കംപ്ലീറ്റ് കെയർ വിത്ത് ഡീപ്പ് മോയ്സ്ചർ സെറം അലോവേര നോർമൽ ടു ഡ്രൈ സ്കിൻ പെർഫെക്റ്റ് ഫോർ മീ. കാരണം അതാണ് എൻ്റെ സ്കിൻ ടൈപ്പ്. അതുകൊണ്ടായിരിക്കും ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഇത് ഞാൻ ഒന്നുകൂടി വാങ്ങിയിട്ടുണ്ട്. വരുന്നത് ഇങ്ങനെയാണ്. രണ്ട് കൈയിലും കാലിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. വളരെ നല്ലൊരിതാണ്. ഇതിൻ്റെ സ്മെല്ലാണ്. അധികം ഓവർ കുത്തുന്ന സ്മെല്ലോ അങ്ങനെ ഫ്രേഗ്രൻസ് നമുക്ക് അടിച്ച് കയറുന്ന പോലത്തെ ക്രീം അങ്ങനെ ഒന്നുമല്ല. നല്ലൊരു സോഫ്റ്റ് സ്മെല്ലാണ്. അതുപോലെ നല്ലപോലെ സോഫ്റ്റ് ആക്കുന്നുണ്ട് കൈ. ഇത് 48 hours എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ മൊത്തം നമുക്ക് ഇതിങ്ങനെ തന്നെ എൻ്റെ കൈ സോഫ്റ്റാക്കി വെക്കാറുണ്ട്. ഇതധികം സ്റ്റിക്കിനെസ്സൊന്നും അധികം വരുന്നില്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട് സ്കിന്നിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ കയ്യിലും കാലിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യും. സ്കിന്ന് നല്ല സ്മൂത്താക്കി വെക്കുന്നുണ്ട്. നോൺ ഗ്രീസി ആണ്, സ്റ്റിക്കിനെസ് അങ്ങനെ ഒന്നും വരുന്നില്ല. ഇതൊരു അടിപൊളി സാധനം കേട്ടോ. മസ്റ്റായിട്ട് വാങ്ങി നോക്കുക. ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ്, പിക്ചർ, എല്ലാ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞു. ഇത്രയും എൻ്റെ ഫേസിൽ ചെയ്യാറ്. ഇതിപ്പോൾ ഇത്രയും ടൈം എടുത്ത് പറയുമ്പോൾ കുറേ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അതൊക്കെ 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ തീർക്കുന്ന പരിപാടിയാണ്. വേഗം ചെയ്യും. ആകെ സെറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കുറച്ചൊരു ടൈം ആവുന്ന സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ ഇത്രയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിനി മേക്കപ്പൊക്കെ ഇടുന്ന സമയത്താണെങ്കിൽ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ മേക്കപ്പ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ പാടുള്ളൂ. അത് കഴിഞ്ഞാലേ ഒന്ന് സെറ്റ് ആവുള്ളൂ. നമ്മൾ ഈ സ്കിൻ കെയറിൽ അപ്പം തന്നെ സ്പോട്ടിൽ ഇനി ഫൗണ്ടേഷനും കൺസീലറൊക്കെ ഇടുമ്പോൾ ഒക്കെ കൂടി ഇളകി മറിഞ്ഞ് ഒരു വൃത്തി ഉണ്ടാവില്ല ഫേസ് കാണാൻ. സോ അതുകൊണ്ട് സ്കിൻ കെയർ കഴിഞ്ഞ് കുറച്ച് ടൈമൊക്കെ കൊടുത്തിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.